നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ആരായിരിക്കും? 3 പാർട്ടികളിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആരൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ കൊഴുക്കുന്നതിനിടെ പാലക്കാട് ഇത്തവണ ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ട വിഷയത്തിൽ. പാലക്കാട് BJPയുടെ ആരായിരിക്കും അവിടെ മത്സരിക്കാൻ എത്തുന്നത് എന്നുള്ളത് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ശോഭാ സുരേന്ദ്രനായിരിക്കും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത്. ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് വലിയ രീതിയിൽ അണികൾക്കിടയിൽ അല്ലെങ്കിൽ പാലക്കാട് BJP പ്രവർത്തകർക്കിടയിൽ വലിയൊരു രീതിയിൽ പ്രചരിച്ചിരുന്നു. പക്ഷേ കൃഷ്ണകുമാറിനെ കുറച്ചുകൂടി സ്വാധീനമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് RSSന്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വരുമോ? ശോഭാ സുരേന്ദ്രന്റെ പേര് ഇപ്പം വരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേര് വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ഇങ്ങനെ പലയിടത്തും മാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതായിരിക്കും. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ സമ്മതിച്ചിരിക്കുന്നു, പാലക്കാട് മത്സരിക്കാം എന്നുള്ള രീതിയിലേക്ക് വാർത്ത വരുന്നു. ശോഭാ സുരേന്ദ്രനായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി. പാലക്കാടിനകത്ത് ചില പ്രശ്നങ്ങളല്ലെങ്കിൽ അവിടുത്തെ BJPക്ക് അകത്തുണ്ടായിരുന്നല്ലോ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ BJP ഇത്രയും പുറകിൽ പോയത്. അപ്പം പാലക്കാട് BJP സ്ഥാനാർത്ഥിയായിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലക്കാട് A ക്ലാസ് മണ്ഡലമാക്കുന്നതിന് വേണ്ടി സഹായിച്ച സ്ഥാനാർത്ഥി ഈ പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രൻ തന്നെ. 19% വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്ന് 30%-ലേക്ക് അവർ മത്സരിക്കുമ്പോഴാണ് കൊണ്ടുവന്നത്. അതിനുശേഷം മെട്രോമാൻ വരുമ്പോൾ ഏതാണ്ട് ഒരു 3-4% കൂടെ വർധനമുണ്ടായി. ഒരുപക്ഷെ ആ സമയത്ത് മെട്രോമാന് പകരം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തുടർച്ചയായിട്ട് മത്സരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിച്ചേനെ. അന്ന് അവരുടെ അതിനകത്ത ഗ്രൂപ്പ് എത്ര പറയുമ്പോഴും BJPക്ക് അകത്ത് ഉള്ള ഗ്രൂപ്പിന്റെ പ്രശ്നം കൊണ്ടാണ് BJP ഒരുപക്ഷെ ഇതിനു മുമ്പേ ഉള്ള സമയത്ത് BJPയുടെ MLA ഉണ്ടാവാത്തതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ MLA ഉണ്ടായിരുന്നു. ഇവിടെയും ഇവര് അന്ന് സുരേന്ദ്രന്റെ ഭാഗമല്ലാതെ നിൽക്കുന്നതുകൊണ്ടും സുരേന്ദ്രന്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റിയാണ് പാലക്കാട്ടുള്ളത് കൊണ്ടും അവിടെ ഒരു സ്ഥാനാർത്ഥിയാവുന്നതിന് അവിടുത്തെ പ്രാദേശികത സമ്മതിച്ചില്ല. തിരുവനന്തപുരത്ത് ഉള്ളതുപോലെ പാലക്കാട് BJPക്ക് സ്വാധീനമുള്ളിടമാണ്, BJP ഉള്ളിടമാണ്. അവിടുത്തെ ചില നഗരസഭകളിലൊക്കെ വളരെ കാലം കൊണ്ട് BJPക്ക് ആലോചിക്കാൻ പറ്റാത്ത സമയം തൊട്ട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നിടമാണ്. അപ്പം ഇതിനകത്ത് ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന RC ഒരുപക്ഷെ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുക്കങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അത് ആദ്യമേ ഒരുങ്ങണം, ആദ്യമേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം. 40 സീറ്റിൽ ജയിക്കാൻ സാധ്യതയുള്ളത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. നമുക്ക് തീരുമാനിച്ചത് അത് തീരുമാനിച്ചു കൊടുക്കുമെന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞു. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ മാതൃകയായി അല്ലെങ്കിൽ BJPയുടെ ഷോക്കേസായി അവിടുത്തെ പരീക്ഷണം വിജയിച്ചു. ആ പരീക്ഷണത്തിന്റെ അതേ അടിസ്ഥാനത്തിൽ BJP കേരളത്തിലുടനീളം BJP ഒന്നിച്ചു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങൾ അറിയുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാൽ ജയിക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നെ ആദ്യം അവർ തീരുമാനിച്ചിരിക്കുന്നത് 40 സീറ്റിൽ ജയിച്ചാൽ പോലും മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ദേശമാസയുടെ ഒരു പ്രാവശ്യം ആ കാര്യം ചർച്ച. മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റുമെന്ന് RC അങ്ങനെ പറയുന്നില്ല. RC പറയുന്നു അടുത്ത പ്രാവശ്യം മന്ത്രിസഭ ഉണ്ടാകും. അതിനു മുമ്പത്തെ ഇവിടുത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞു 35 സീറ്റ് മതി മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് ഒരുപക്ഷെ ഗോവയിലും മറ്റ് ചില വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലും ഒക്കെ അവർ പരീക്ഷിച്ച് അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു വിഷയം. ഇവിടെ എങ്ങനെയാണ് അതിന്റെ ഫോർമുല എന്നുള്ളത് വ്യക്തമായില്ല. വരട്ടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഏതാണ്ട് സ്ഥാനാർത്ഥികൾ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം. ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. 1-2 ദിവസത്തേക്കും അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ കഴക്കൂട്ടത്ത് ശ്രീലേഖ തന്നെ സ്ഥാനാർത്ഥിയാവും. അതുപോലെ നേമത്ത് RC സ്ഥാനാർത്ഥിയാവും, കഴക്കൂട്ടത്ത് മുരളീധരൻ സ്ഥാനാർത്ഥിയാവും, ഈ പറയുന്ന പാലക്കാട് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് പാലായിൽ ഈ പറഞ്ഞ ഷോൺ ജോർജ് ഉറപ്പായിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയാവും, നോബിൾ മാത്യു തിരുവല്ലയിൽ സ്ഥാനാർത്ഥിയാവും, അതുപോലെ തന്നെ PC ജോർജും ഒരുപക്ഷെ പൂഞ്ഞാർ സ്ഥാനാർത്ഥി. അപ്പം ഏതാണ്ട് 10ഓളം സീറ്റുകളായി. ഇതുപോലെ 40ഓളം സീറ്റുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾ, അതായത് വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ആ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന് തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക്. കാരണം ഈ പ്രാവശ്യം എങ്കിലും BJPക്ക് MLA ഉണ്ടായില്ലെങ്കിൽ BJP വളരെ വിയർക്കേണ്ടി വരും ഇനി. കാരണം ഇതുപോലൊരു സാധ്യത ഇനി ഇല്ല. കാരണം BJPക്ക് MLA ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം BJPക്ക് അതിനുള്ള സാധ്യത. കാരണം കോൺഗ്രസിന്റെ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള പോക്കല്ല ഇപ്പം. കോൺഗ്രസ് പുറകോട്ട് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എത്ര പറയുമ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ ഭാഗമാണെന്ന് പറയും. പക്ഷേ കോൺഗ്രസ് പുറകോട്ട് നടക്കുന്നു. പുറകോട്ട് നടന്നിരുന്ന അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കും, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുടെ ഇലക്ഷന് ശേഷം എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഈ പറഞ്ഞ കേരളത്തിൽ അല്ലെങ്കിൽ
CPM അധികാരത്തിൽ വരത്തില്ലെന്ന് പറയുന്നത് CPM അധികാരത്തിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ ഉരുത്തിരുന്നത്. അത് നിരീക്ഷിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ കൂടെ BJPക്ക് ഇവിടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഒരിടമുണ്ടാക്കാൻ ഇപ്പോൾ സാധിച്ചാൽ BJPക്ക് ഇവിടെ വരാൻ സാധിക്കും. കാരണം ഇവിടെ ഏത് പാർട്ടിയാണ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാതിരിക്കുന്നത്, ആ പാർട്ടിയുടെ ഗ്യാപ്പ് അല്ലെങ്കിൽ അതൊരു വാക്വം അവിടെ ഉണ്ടാക്കും. ആ ഗ്യാപ്പിലേക്ക് BJP MLA ഉണ്ടാക്കിയാൽ ആ വാക്വം ഫില്ല് ചെയ്യാൻ നാളെ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും BJPക്ക് സാധിക്കും. അതിവിദൂരമല്ലാതെ BJP പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് കേരളത്തിൽ വരും. അത്തരത്തിലുള്ളൊരു നീക്കമാണെന്നാണ് എനിക്ക് RCയുടെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൽഹിയുടെ ഡയറക്ഷനിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു സ്ഥാനാർത്ഥി ഇഷ്ടമായിട്ട് വരുന്ന RC ഉദ്ദേശിക്കുന്നതെന്നുമാണ് തോന്നുന്നത്. ഇപ്പൊ സതീശൻ ഈ അടുത്ത സമയത്ത് ഇപ്പോ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. സതീശൻ പറയുന്നു, കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് ഒരുപാട് വികസന പദ്ധതികൾ എന്റെ കയ്യിലുണ്ട്, അതൊക്കെ സസ്പെൻസ് ആണ്, ആ സസ്പെൻസ് ഇപ്പൊ പൊളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ BJP വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, ഈ പറയുന്ന പാലക്കാട്, കൊല്ലം, ആലപ്പുഴ മണ്ഡലങ്ങളിലൊക്കെ വളരെ ശക്തമായി ഇത്തവണ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ ജയസാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇത് ഇത്തവണ അധികാരം പിടിച്ചേ കോൺഗ്രസിന് മതിയാകും, ഇല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ നിന്ന് കൂടി അപ്രത്യക്ഷമാവുന്ന ഒരവസ്ഥയിലേക്ക് വരും. BJPയുടെ ഒരു വരവ് കോൺഗ്രസിന് ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്? അല്ല, BJPയുടെ ഒരു സാധ്യത എന്ന് പറയുന്ന നമ്മൾ സാധാരണ ബിസിനസ്സിലൊക്കെ നമ്മളൊരു ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ശരി, അതായത് നമ്മൾ ലാഭത്തിലേക്ക് കിടക്കുന്ന ഒരു പൊസിഷനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തുകൊണ്ട് ഇതുവരെയും അത്തരത്തിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് BJP നേരിടുന്ന പ്രധാന പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ നമ്മൾ പറയും അവിടെ ജയിക്കും, ഇവിടെ ജയിക്കും, അല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞ 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കും എന്നൊക്കെ പറഞ്ഞു, ഒരു സീറ്റും കിട്ടിയില്ല. ഈ വർഷം അവർ പറയുന്നത് 40 സീറ്റാണ്. എന്തിനാണ് ഇവർ 40 സീറ്റ് പറയണത്? 10 സീറ്റ് പറഞ്ഞാൽ തന്നെ അത് കേരളത്തിലെ രാഷ്ട്രീയത്തെ മാറ്റുന്നതിന് കാരണമാണ്. 5 സീറ്റ് കിട്ടിയാൽ ഈ 5 സീറ്റ് കിട്ടാൻ അതിന് പരിശ്രമമുണ്ടോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ ഷോപ്പ് പീസായിട്ട് എല്ലായിടത്തും കൊണ്ട് നടന്ന് മത്സരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഇപ്പോൾ പാലക്കാട് മത്സരിച്ചതിന് ശേഷം വീണ്ടും അവിടെ വീണ്ടും മത്സരിപ്പിച്ച് അവർ ജയിക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പുട്ടപ്പ് ചെയ്ത് നിരന്തരമായി അവിടെ നിന്ന് പ്രവർത്തിച്ച് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് ആ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുള്ളൂ എന്ന പാഠം BJP പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ജയിക്കും എന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും ഏതാണ്ട് 100 താഴെ വോട്ട്, 85 വോട്ട്, 86 വോട്ട്, അതിന് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു പോയി. അവിടെ വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും അവിടെ നിൽക്കണ്ടേ? അവിടെ നിന്ന് മത്സരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുപോകുന്നു. ഇത് മൊത്തം BJPക്ക് സംഭവിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ അവിടെ നിർത്തി മത്സരിപ്പിച്ച് വീണ്ടും അവിടെ പ്രവർത്തിക്കാൻ വിട്ടുകയും അങ്ങനെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ജനകീയ നേതാവാക്കി മാറ്റുകയും ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഒരിക്കലും കേരളത്തിൽ അവർ പറയുന്ന പോലെ 40, 20 അല്ലെങ്കിൽ 35 സീറ്റുകളൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. 5 സീറ്റ് ഉണ്ടാക്കാൻ ശ്രമം നടത്തുക. ഈ 2026 തെരഞ്ഞെടുപ്പിൽ BJP അങ്ങനെ ഒരു അജണ്ട വെച്ചാൽ ആ അജണ്ട പൂർത്തീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിയോജക മണ്ഡലങ്ങൾ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞു തിരുവനന്തപുരത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നിയോജക മണ്ഡലം വളരെ പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ 3 എടുക്കാം. ഒന്ന് കഴക്കൂട്ടം, മറ്റൊന്ന് നേമം, മറ്റൊന്ന് വട്ടിയൂർക്കാവ്. ഈ 3 സ്ഥലത്തും അതുപോലെ തൃശ്ശൂരും ചില സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പോസിബിലിറ്റി അന്വേഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ചുകൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന് തിരഞ്ഞെടുപ്പ് കണ്ട സമയത്ത് അവർ അടിച്ചു താഴെ പോണത് അല്ലേ? ആകെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് ഭൂരിപക്ഷമുള്ളത്. നേമത്തും വട്ടിയൂർക്കാവിലും മാത്രം. മറ്റൊരിടത്തും അവർക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അവരെന്ത് ചെയ്യേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ BJPക്ക് ഇങ്ങനെ സംസാരിച്ച് നടക്കാം.
ഇപ്പം തിരുവനന്തപുരത്ത് അവർ ഫോക്കസ് ചെയ്ത് അതിൽ വിജയിച്ചു. അതുപോലെ ചിലയിടങ്ങളിൽ ഫോക്കസ് ചെയ്യണം. എല്ലാ നിയോജകങ്ങളും മത്സരിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു 10 നിയമമണ്ഡലങ്ങൾ മത്സരിച്ച് മൊത്തം ഫോഴ്സ് ആ 10 നിയമമണ്ഡലങ്ങളിലേക്ക് കോർഡിനേറ്റ് ചെയ്താൽ മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ അവർക്ക് പൊളയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്ക് എല്ലാ സ്ഥലത്തെയും BJP പ്രവർത്തകരെ വളർത്തി വലുതാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെല്ലായിടത്തും കയറി മത്സരിക്കേണ്ടി വരും. അതെ. അപ്പോൾ അല്ല, മത്സരിക്കുന്നത് എല്ലായിടത്തും ആകുമ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടതും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചില അതായത് എല്ലായിടത്തും മത്സരിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഒരുപോലെ എല്ലായിടത്തും ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറച്ച് മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് മത്സരിക്കുമ്പോൾ അത് കുറച്ചുകൂടി അവർക്കത് മെച്ചപ്പെട്ട രീതിയിലേക്ക് എടുക്കാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.